ഹലോ ഫ്രണ്ട്സ്, ഇൻസൈറ്റ് PSC കോച്ചിങ്ങിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 2020 മെയ് മാസത്തിലെ ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ പാർട്ട് 23 നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ക്വസ്റ്റ്യൻ: മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഡിജിറ്റൽ ഓൺലൈൻ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ പഠന സംവിധാനത്തിൻ്റെ പേരെന്താണ്? ആൻസർ: ദീക്ഷ. മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഡിജിറ്റൽ ഓൺലൈൻ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ പഠന സംവിധാനത്തിൻ്റെ പേരെന്താണ്? ആൻസർ: ദീക്ഷ. അടുത്ത ക്വസ്റ്റ്യൻ: കാൽനടയായി അതിർത്തി കടന്നെത്തുന്ന കുടിയേറ്റക്കാർക്ക് പാദരക്ഷകൾ നൽകി സ്വീകരിക്കുന്ന ചരൺ പാദുക പദ്ധതി ഏത് സംസ്ഥാനത്തിൻ്റേതാണ്? ആൻസർ: മധ്യപ്രദേശ്. ഒന്നുകൂടി നോക്കാം. കാൽനടയായി അതിർത്തി കടന്നെത്തുന്ന കുടിയേറ്റക്കാർക്ക് പാദരക്ഷകൾ നൽകി സ്വീകരിക്കുന്ന ചരൺ പാദുക പദ്ധതി ഏത് സംസ്ഥാനത്തിൻ്റേതാണ്? ആൻസർ: മധ്യപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ: രാജ്യത്തെ മികച്ച 100 സർവകലാശാലയിൽ കേരളത്തിൽ നിന്നും ഇടം പിടിച്ചവ ഏതൊക്കെയാണ്? ആൻസർ: കേരള യൂണിവേഴ്സിറ്റി 22-ാം സ്ഥാനം, MG യൂണിവേഴ്സിറ്റി 30-ാം സ്ഥാനം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 64-ാം സ്ഥാനം, കൊച്ചിൻ യൂണിവേഴ്സിറ്റി 65-ാം സ്ഥാനം. രാജ്യത്തെ മികച്ച 100 സർവകലാശാലകളിൽ കേരളത്തിൽ നിന്ന് ഇടം പിടിച്ചവ ഏതൊക്കെ? ആൻസർ: കേരള സർവകലാശാല, MG സർവകലാശാല, കാലിക്കറ്റ് സർവകലാശാല, കൊച്ചിൻ സർവകലാശാല. അടുത്തത്: കോവിഡ് ബാധിച്ചു മരിച്ച പ്രശസ്ത മറാഠി എഴുത്തുകാരൻ ആരാണ്? ആൻസർ: രത്നാകർ മട്കരി. ഇദ്ദേഹം കുട്ടികൾക്കു വേണ്ടി പ്രശസ്തമായ കുറേ നാടകങ്ങൾ രചിച്ചിട്ടുണ്ട്. കോവിഡ് ബാധിച്ചു മരിച്ച പ്രശസ്ത മറാഠി എഴുത്തുകാരൻ ആരാണ്? ആൻസർ: രത്നാകർ മട്കരി. അടുത്ത ക്വസ്റ്റ്യൻ: 2020 മെയ്യിൽ സൈബർ സെക്യൂരിറ്റി സ്റ്റാർട്ടപ്പുകൾക്കായി കർണാടക ആരംഭിച്ച ആക്സിലറേറ്റർ പ്രോഗ്രാമിൻ്റെ പേരെന്താണ്? ആൻസർ: ഹാക്ക്. ആക്സിലറേറ്റർ ഫോർ സൈബർ സെക്യൂരിറ്റി ഇൻ കർണാടക. 2020 മെയ്യിൽ സൈബർ സെക്യൂരിറ്റി സ്റ്റാർട്ടപ്പുകൾക്കായി കർണാടക ആരംഭിച്ച ആക്സിലറേറ്റർ പ്രോഗ്രാമിൻ്റെ പേരെന്താണ്? ആൻസർ: ഹാക്ക്. ആക്സിലറേറ്റർ ഫോർ സൈബർ സെക്യൂരിറ്റി ഇൻ കർണാടക. അടുത്തത്: കുടിയേറ്റ തൊഴിലാളികളുടെ പലായനം നിരീക്ഷിക്കുന്നതിനു വേണ്ടി നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി NDMA ആരംഭിച്ച ഓൺലൈൻ റെപ്പോസിറ്ററിയുടെ പേരെന്താണ്? ആൻസർ: നാഷണൽ മൈഗ്രൻ്റ് ഇൻഫർമേഷൻ സിസ്റ്റം NMIS. കുടിയേറ്റ തൊഴിലാളികളുടെ പലായനം നിരീക്ഷിക്കുന്നതിനു വേണ്ടി നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി NDMA ആരംഭിച്ച ഓൺലൈൻ റെപ്പോസിറ്ററിയുടെ പേരെന്താണ്? ആൻസർ: നാഷണൽ മൈഗ്രൻ്റ് ഇൻഫർമേഷൻ സിസ്റ്റം NMIS. അടുത്ത ക്വസ്റ്റ്യൻ: COVID-19 പ്രതിരോധത്തിൻ്റെ ഭാഗമായി സൗത്ത് സെൻട്രൽ റെയിൽവേ വികസിപ്പിച്ച റോബോട്ടിക് ഡിവൈസിൻ്റെ പേരെന്താണ്? ആൻസർ: റെയിൽ ബോട്ട് R-ബോട്ട്. COVID-19 പ്രതിരോധത്തിൻ്റെ ഭാഗമായി സൗത്ത് സെൻട്രൽ റെയിൽവേ വികസിപ്പിച്ച റോബോട്ടിക് ഡിവൈസിൻ്റെ പേരെന്താണ്? ആൻസർ: റെയിൽ ബോട്ട് R-ബോട്ട്. അടുത്തത്: ഇടത്തരം വരുമാനമുള്ളവരെ സഹായിക്കാനായി ആത്മനിർഭർ സഹായ് യോജന ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ: ഗുജറാത്ത്. ഇടത്തരം വരുമാനമുള്ളവരെ സഹായിക്കാനായി ആത്മനിർഭർ സഹായ് യോജന ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ: ഗുജറാത്ത്. അടുത്ത ക്വസ്റ്റ്യൻ: COVID-19-നെതിരായ പോരാട്ടത്തിൽ മുൻനിരയിലുള്ള 100,000 ആരോഗ്യ പ്രവർത്തകർക്ക് സൗജന്യ വിമാന ടിക്കറ്റുകൾ ലഭ്യമാക്കാൻ തീരുമാനിച്ച എയർലൈൻ കമ്പനി ഏതാണ്? ആൻസർ: ഖത്തർ എയർവേയ്സ്. COVID-19-നെതിരായ പോരാട്ടത്തിൽ മുൻനിരയിലുള്ള 100,000 ആരോഗ്യ പ്രവർത്തകർക്ക്
സൗജന്യ വിമാന ടിക്കറ്റുകൾ ലഭ്യമാക്കാൻ തീരുമാനിച്ച എയർലൈൻ കമ്പനി ഏതാണ്? ആൻസർ ഖത്തർ എയർവേസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വർഷം കാലാവധി നിലനിൽക്കവേ അടുത്തിടെ പദവിയിൽ നിന്നും സ്ഥാനമൊഴിഞ്ഞ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ മേധാവി ആരാണ്? ആൻസർ റോബർട്ട് അസിവെഡോ. ഒരു വർഷം കാലാവധി നിലനിൽക്കെ അടുത്തിടെ പദവിയിൽ നിന്നും സ്ഥാനമൊഴിഞ്ഞ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ മേധാവി ആരാണ്? ആൻസർ റോബർട്ടോ അസിവെഡോ. WTOയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമൻ്റായി രേഖപ്പെടുത്തൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അമേരിക്കൻ അക്കാദമി ഓഫ് ആർട്സ് ആൻഡ് സയൻസിലേക്ക് ഹോണററി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വനിത ആരാണ്? ആൻസർ ശോഭന നരസിംഹൻ. അമേരിക്കൻ അക്കാദമി ഓഫ് ആർട്സ് ആൻഡ് സയൻസിലേക്ക് ഹോണററി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വനിത ആരാണ്? ആൻസർ ശോഭന നരസിംഹൻ. അടുത്ത ക്വസ്റ്റ്യൻ. ശിശുവികസന മന്ത്രാലയത്തിലെ സെക്രട്ടറിയായി നിയമിതനായത് ആരാണ്? ആൻസർ അജയ് ടിർക്കി. ശിശുവികസന മന്ത്രാലയത്തിലെ സെക്രട്ടറിയായി നിയമിതനായത് ആരാണ്? ആൻസർ അജയ് ടിർക്കി. അടുത്ത ക്വസ്റ്റ്യൻ. യുനെസ്കോയുടെ ഗില്ലർമോ കാനോ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ആൻസർ ജിനത്ത് ബെദോയലിമ. യുനെസ്കോയുടെ ഗില്ലർമോ കാനോ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ആൻസർ ജിനത്ത് ബെദോയലിമ. അടുത്ത ക്വസ്റ്റ്യൻ. വെർച്വൽ G20 ഡിജിറ്റൽ എക്കോണമി മിനിസ്റ്റേഴ്സ് മീറ്റിൽ ഇന്ത്യയിൽ നിന്നും പങ്കെടുത്തത് ആരാണ്? ആൻസർ രവിശങ്കർ പ്രസാദ്. ഒന്നുകൂടി നോക്കാം. വെർച്വൽ G20 ഡിജിറ്റൽ എക്കോണമി മിനിസ്റ്റേഴ്സ് മീറ്റിൽ ഇന്ത്യയിൽ നിന്നും പങ്കെടുത്തത് ആരാണ്? ആൻസർ രവിശങ്കർ പ്രസാദ്. അടുത്ത ക്വസ്റ്റ്യൻ. NTPCയുടെ പുതിയ ഡയറക്ടറായി ചുമതലയേറ്റത് ആരാണ്? ആൻസർ രമേഷ് ബാബു വി. NTPCയുടെ പുതിയ ഡയറക്ടറായി ചുമതലയേറ്റത് ആരാണ്? ആൻസർ രമേഷ് ബാബു വി. എന്താണ് NTPC എന്നത് ഈ വീഡിയോയുടെ താഴെ കമൻ്റായി രേഖപ്പെടുത്തൂ. അടുത്ത ക്വസ്റ്റ്യൻ. പ്രൊഫസർ ബ്രജ് ബസി ലാൽ എന്ന പ്രമുഖ ആർക്കിയോളജിസ്റ്റിൻ്റെ സ്മരണാർത്ഥം കേന്ദ്ര ഗവൺമെൻറ് പുറത്തിറക്കിയ ഈ ബുക്കിൻ്റെ പേരെന്താണ്? ആൻസർ പ്രൊഫസർ BB ലാൽ ഇന്ത്യ റീഡിസ്കവേർഡ്. പ്രൊഫസർ ബ്രജ് ബസി ലാൽ എന്ന പ്രമുഖ ആർക്കിയോളജിസ്റ്റിൻ്റെ സ്മരണാർത്ഥം കേന്ദ്ര ഗവൺമെൻറ് പുറത്തിറക്കിയ ഈ ബുക്കിൻ്റെ പേരെന്താണ്? ആൻസർ പ്രൊഫസർ BB ലാൽ ഇന്ത്യ റീഡിസ്കവേർഡ്. അടുത്ത ക്വസ്റ്റ്യൻ. COVID-19 പരിശോധന സുഗമമാക്കുന്നതിനായി സഞ്ജീവനി വാഹന സംവിധാനം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ മധ്യപ്രദേശ്. COVID-19 പരിശോധന സുഗമമാക്കുന്നതിനായി സഞ്ജീവനി വാഹന സംവിധാനം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ മധ്യപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ. COVID-19 സാഹചര്യത്തിൽ മൊബൈൽ ഫോണുകൾ, കറൻസി നോട്ട് എന്നിവ അണുവിമുക്തമാക്കുന്നതിനായി അൾട്രാവയലറ്റ് സാനിറ്റൈസർ വികസിപ്പിച്ച സ്ഥാപനം ഏതാണ്? ആൻസർ DRDO, ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ. COVID-19 സാഹചര്യത്തിൽ മൊബൈൽ ഫോണുകൾ, കറൻസി നോട്ട് എന്നിവ അണുവിമുക്തമാക്കുന്നതിനായി അൾട്രാവയലറ്റ് സാനിറ്റൈസർ വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏതാണ്? ആൻസർ DRDO. അടുത്ത ക്വസ്റ്റ്യൻ. ലോകാരോഗ്യ സംഘടനയുടെ രൂപീകരണ സമിതിയായ ലോകാരോഗ്യ അസംബ്ലിയുടെ എക്സിക്യൂട്ടീവ് ബോർഡ് ചെയർമാനായി നിയമിതനായത് ആരാണ്? ആൻസർ കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ. ലോകാരോഗ്യ സംഘടനയുടെ രൂപീകരണ സമിതിയായ ലോകാരോഗ്യ അസംബ്ലിയുടെ എക്സിക്യൂട്ടീവ് ബോർഡ് ചെയർമാനായി നിയമിതനായത് ആരാണ്? ആൻസർ കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷ് വർദ്ധൻ. ജനീവയിൽ സമാപിച്ച 73ാമത് ലോകാരോഗ്യ അസംബ്ലിയിലാണ് ഈ അംഗീകാരം. അടുത്തത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സ്വകാര്യ വാഹനത്തിൽ നാസ നടത്തുന്ന ആദ്യ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന വാഹനത്തിൻ്റെ പേരെന്താണ്? ആൻസർ ക്രൂ ഡ്രാഗൺ.
ഒന്നുകൂടി നോക്കാം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സ്വകാര്യ വാഹനത്തിൽ നാസ നടത്തുന്ന ആദ്യ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന വാഹനത്തിൻ്റെ പേരെന്താണ്? ആൻസർ ക്രൂ ഡ്രാഗൺ. അടുത്ത ക്വസ്റ്റ്യൻ. KSRTC ബസ്സുകളിൽ കറൻസി രഹിത യാത്ര സാധ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രീപെയ്ഡ് കാർഡ് സംവിധാനം നടപ്പിലാക്കുന്ന കമ്പനി ഏതാണ്? ആൻസർ ചലോ. KSRTC ബസ്സുകളിൽ കറൻസി രഹിത യാത്ര സാധ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രീപെയ്ഡ് കാർഡ് സംവിധാനം നടപ്പിലാക്കുന്ന കമ്പനി ഏതാണ്? ആൻസർ ചലോ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ സർവീസ് റോബോട്ടുകളായ സോന 1.5, സോന 0.5 എന്നിവ വികസിപ്പിച്ചെടുത്ത ജയ്പൂർ ആസ്ഥാനമായ കമ്പനി ഏതാണ്? ആൻസർ ക്ലബ് ഫസ്റ്റ്. ഇന്ത്യയിലെ ആദ്യത്തെ സർവീസ് റോബോട്ടുകളായ സോന 1.5, സോന 0.5 എന്നിവ വികസിപ്പിച്ചെടുത്ത ജയ്പൂർ ആസ്ഥാനമായ കമ്പനി ഏതാണ്? ആൻസർ ക്ലബ് ഫസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. COVID-19 സാഹചര്യത്തിൽ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പോഷണക്കുറവ് പരിഹരിക്കുന്നതിനായി സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിൻ്റെ പുതിയ സംരംഭത്തിൻ്റെ പേരെന്താണ്? ആൻസർ തേനമൃത് ന്യൂട്രി ബാർ. COVID-19 സാഹചര്യത്തിൽ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പോഷണക്കുറവ് പരിഹരിക്കുന്നതിനായി സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിൻ്റെ പുതിയ സംരംഭം ഏതാണ്? ആൻസർ തേനമൃത് ന്യൂട്രി ബാർ. അടുത്ത ക്വസ്റ്റ്യൻ. ലോക തേനീച്ച ദിനം എന്നാണ്? ആൻസർ മെയ് 20. മെയ് 20 ലോക തേനീച്ച ദിനമായി ആചരിക്കുന്നത്. 18-ാം നൂറ്റാണ്ടിൽ ആധുനിക തേനീച്ച വളർത്തലിന് തുടക്കമിട്ട ആൻറ്റൺ ജൻസയുടെ ജന്മദിനമാണ് മെയ് 20. അടുത്തത്. സ്വന്തമായി വാസസ്ഥലമില്ലാത്ത ജയിൽ മോചിതരായവരെ താമസിപ്പിക്കുവാൻ സാമൂഹ്യനീതി വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ആൻസർ തണലിടം. സ്വന്തമായി വാസസ്ഥലമില്ലാത്ത ജയിൽ മോചിതരായവരെ താമസിപ്പിക്കുവാൻ സാമൂഹിക നീതി വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ആൻസർ തണലിടം. അടുത്ത ക്വസ്റ്റ്യൻ. കോവിഡ് വ്യാപനത്തിൽ ഏഷ്യയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ഏതാണ്? ആൻസർ ഇന്ത്യ. കോവിഡ് വ്യാപനത്തിൽ ഏഷ്യയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ഏതാണ്? ആൻസർ ഇന്ത്യ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നമ്മളിന്ന് ചർച്ച ചെയ്ത കാര്യങ്ങളിൽ കൂടുതലായി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അത് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു ഓൾ.